കോൺഗ്രസ് നേതാവ് എൻ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന് വയനാട് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. DCC നേതാക്കൾ വൻതോതിൽ പണമിടപാട് നടത്തിയെന്നും റഫീഖ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് CPM-ന് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. IC ബാലകൃഷ്ണൻ മാത്രമല്ല ഇതിന് ഉത്തരവാദി. KPCC നേതൃത്വം ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. KPCCക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടും അതിലൊരു ഇടപെടലുണ്ടാവുകയോ അതിന് പരിഹാരമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടാവാത്തതിനെ തുടർന്നുകൂടിയാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പണം തിരിച്ചു വാങ്ങാൻ വേണ്ടി പലതവണയായി ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തുകയും അതിൽ മനനൊന്നുകൊണ്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് KPCC നേതൃത്വവും സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. അതുകൊണ്ട് അവരുൾപ്പെടെ ഈ മരണത്തിന് ഉത്തരവാദിയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ. ഈ ആരോപണം വ്യാജ ആരോപണം എന്നുള്ളതാണ് IC ബാലകൃഷ്ണൻ പറയുന്നത്. അല്ല, ഇത് സ്വാഭാവികമായിട്ട് ഇപ്പം NM വിജയന്റെ കത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. നമ്മൾ കാണുന്നത് CPM ഉന്നയിക്കുന്ന ഒരു ആരോപണം അല്ലല്ലോ. പകരം കത്ത് വന്നിട്ടുണ്ട്. KPCCക്ക് നേരത്തെ കൊടുത്തിട്ടുള്ള കത്ത്, അതായത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും 1.5 കോടിയോളം രൂപ വിവിധ സഹകരണ സ്ഥാപനത്തിലേക്ക് നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയ തുകയാണ്. ആ തുക അത് നേരത്തെ തന്നെ വിഷയങ്ങൾ വളരെ ഗൗരവമായി നമ്മുടെ നാട് ചർച്ച ചെയ്തതാണ്. ആ പണം IC ബാലകൃഷ്ണൻ MLA-യുടെ കയ്യിലുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാതെ വന്ന ഘട്ടത്തിൽ അത് തിരിച്ചു കൊടുക്കാൻ ഉദ്യോഗാർത്ഥികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചത് വാങ്ങി നൽകാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെടുന്നത് CPM അല്ല, ഇപ്പോൾ മരണത്തിനിരയായിട്ടുള്ള NM വിജയനാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം അടങ്ങിയ കത്ത് നൽകിയത് അദ്ദേഹം CPM-നുമല്ല, അദ്ദേഹം നൽകിയത് KPCC പ്രസിഡന്റിനാണ്. അപ്പൊ അതെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ എഗ്രിമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ സമരം നടന്നിട്ടുള്ളതാണ്. ഉദ്യോഗസ്ഥർ ഭയം മൂലമാണ് പലതരത്തിലും പരസ്യമായി പ്രതികരിക്കാതിരുന്നത്.